ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ബൾബ് കൊണ്ട് ഒരു ഫ്ലവറാണ് ഇതാ ഇതിൽ കാണിക്കുന്നത് പോലെ. നമ്മൾ LED ബൾബാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഷീറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് അതിനെ മൂന്നായിട്ട് മടക്കി ഇതേപോലെ ഒരു ഇതൾ നമ്മൾ കട്ട് ഇത്ര വലിപ്പം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം എടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഫ്ലവർ കട്ട് ചെയ്താലും ഇതളിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തതായിരിക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് താഴത്തെ ടോപ്പ് ഭാഗം നമ്മൾ മൂന്നായിട്ട് ഇതുപോലെ ചെറിയ സിഗ്സാഗ് ഇട്ട് താഴെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത് ഇതേപോലെ ഷേപ്പാക്കി. ഇനി ഇത് നമ്മൾ ലൈറ്റർ യൂസ് ചെയ്ത് ലൈറ്ററിൻ്റെ ആ ചൂടടിക്കുമ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് വളഞ്ഞ് വന്നോളും. ഒരു ഒറിജിനാലിറ്റി തോന്നത്തക്ക വിധത്തിൽ അത് വളഞ്ഞ് വന്നോളും. ഒരുപാടല്ല, നമ്മളൊന്ന് ചൂട് പിടിപ്പിക്കുന്നതേ ഉള്ളത്. നല്ല റബ്ബർ ഷീറ്റ് ആയതുകൊണ്ട് വളഞ്ഞ് നല്ല രീതിയിലൊരു പെറ്റൽസാക്കി ഇതുപോലെ ഒരു 7-8 പെറ്റൽസുകൾ ഞാൻ ഒരു 7 പെറ്റൽസുകൾ ഇതുപോലെ റെഡിയാക്കി ഇട്ടിരിക്കാനും ആ വളവ് അനുസരിച്ച് നമ്മൾ ചൂട് പിടിപ്പിക്കുമ്പോൾ അത് നല്ലതുപോലെ വളഞ്ഞിഞ്ഞ് വരും. ഇനി ഈ ഒരു LED ബൾബിൽ ഞാനത് ഫെവി ബോണ്ട് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ ഇതളുകളും. ഇനി അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഫോം ഷീറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് അത് ചൂട് പിടിപ്പിക്കുമ്പോൾ തന്നെ ആ ഒരു റൗണ്ട് ഒരു ഇതളിൻ്റെ ഷേപ്പായി കിട്ടിക്കഴിഞ്ഞ് അതകത്ത് നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അതിൻ്റെ പുറത്തേക്ക് വേണ്ടിയിട്ട് ഗ്രീൻ ഗ്ലിറ്റേർഡ് ഷീറ്റാണ്. അതും ചൂട് പിടിക്കുമ്പോൾ നല്ലതുപോലെ വളഞ്ഞ് നമുക്കിതിൽ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അമർത്തുമ്പം തന്നെ അത് വളഞ്ഞ് അതേ ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മളിപ്പം വെച്ച് ഒട്ടിച്ച് ഫെവി ബോണ്ട് യൂസ് ചെയ്താണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് LED ബൾബുകൾ നമ്മളെടുത്ത് ശേഖരിച്ച് വെച്ച് പല സൈസിൽ പെറ്റൽസുകൾ ഷേപ്പുള്ള ഇതളുകൾ നമ്മൾ വെട്ടിയെടുത്താൽ പല സൈസ് ഫ്ലവേഴ്സ് നമുക്ക് LED ബൾബിൽ വെച്ച് നമുക്ക് ഇതുപോലെ നിരത്തി വയ്ക്കാവുന്നതേ ഉള്ളൂ. അത് കണ്ടാൽ നമ്മളത് LED ബൾബ് വെച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ഇനി ആ പച്ച ഫോം ഷീറ്റ് നമ്മൾ യൂസ് ചെയ്ത് ചുറ്റും ഒട്ടിച്ചെടുത്ത് ഫെവി ബോണ്ട് വെച്ച് അത് ഇതിൽ ഒട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം പിടിച്ചാലേ അത് ഒട്ടത്തുള്ളൂ. കാരണം ഇത് സ്ലിപ്പായി പോകുന്ന ബൾബല്ലേ, സ്ലിപ്പായി പോകുന്നുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ ഫില്ല് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഗോൾഡൻ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എല്ലാ ഫാൻസി സെൻറ്ററുകളിലും ബുക്ക് സ്റ്റോളുകളിലും ചോദിച്ചാൽ മതി. ഗ്ലിറ്റേർഡ് ആയിട്ടുള്ള ബീഡ്സാണ്. വൈറ്റ് ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സുകൾ ബ്ലൂ അങ്ങനെ പല കളറിൽ കിട്ടുന്നുണ്ട്. ഇതിപ്പം ഗോൾഡൻ കളറിൽ ബീഡ്സാണ് കിട്ടിയത്. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ട്. അതുകൊണ്ടാകുമ്പം ഗ്ലിറ്റേർഡ് ആയതുകൊണ്ടാണ് സെൻറ്ററിൽ ഗ്ലിറ്റേർഡ് വെച്ച് ഫിൽ ചെയ്തത്. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വെറുതെ നമ്മൾ അത് വിതറിയാൽ മാത്രം മതി. അപ്പോൾ ആ ഫെവി ബോണ്ട് ഉള്ളിടത്ത് അത് നല്ലതുപോലെ സ്റ്റക്കായിരിക്കുകയും ചെയ്യും. ബാലൻസ് ഉള്ളത് നമുക്ക് വീണ്ടും എടുത്ത് അതിൽ തന്നെ ഇടാം. ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് ഫ്ലവർ ആക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ പല കളറിലെ ഫ്ലവേഴ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ബൾബുകളുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സുകൾ നമുക്ക് ഇതുപോലെ അലങ്കരിച്ച് മനോഹരമാക്കാൻ പറ്റും. ഇതിപ്പം ഞാനിത് ഗ്ലിറ്റേർഡ് ഇപ്പം വേണമെങ്കിൽ നമുക്ക് പിങ്ക് കളർ പല കളറിലെ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റുകളും കിട്ടും. ഗ്ലിറ്റേർഡ് ഇല്ലാത്ത ഫോം ഷീറ്റുകളും കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് സാധാരണ ഗ്ലിറ്റേർഡ് ഇല്ലാത്തത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവേഴ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.